റിപ്പോർട്ടർ ബ്രേക്കിംഗ്. നാടിനെ നടുക്കിയ പകുതി വില തട്ടിപ്പിൽ KN ആനന്ദകുമാറിന്റെ പങ്കിന് കൂടുതൽ തെളിവുകൾ. NGO കോൺഫെഡറേഷൻ തുടങ്ങിയത് സത്യസായി ട്രസ്റ്റ് എന്ന് ആനന്ദകുമാർ പറയുന്ന വീഡിയോ റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. ആനന്ദകുമാർ എന്താ പറഞ്ഞത്? അനന്തകൃഷ്ണനെ പരിചയപ്പെടുത്തിയത് ലാലി വിൻസെന്റ് ആണ്. മറ്റൊരു വിവരവും അനന്തകൃഷ്ണനെ കുറിച്ച് അറിയുമായിരുന്നില്ല. വാഴ നനയുമ്പോൾ ചീരയും നനയണം. 2000 രൂപ വീതം ഓരോ ലാപ്ടോപ്പിനും ചെലവാക്കുന്നത് 20,000-ഓളം രൂപ വീതം ഓരോ ലാപ്ടോപ്പിനും ചെലവാക്കുന്നത് തങ്ങളുടെ പണമാണ്. ഡയാലിസിസ് സെന്ററിന്റെ കരാർ ഒപ്പിട്ടത് അനന്തകൃഷ്ണനോടൊപ്പമാണെന്നും ആനന്ദകുമാർ പറയുന്നുണ്ട്. ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ പകുതി വിലയ്ക്ക് നൽകുന്നത് CSR ഫണ്ട് ഉപയോഗിച്ചാണെന്നും അനന്തകൃഷ്ണനും പറയുന്നു. 2023 ഡിസംബർ 4 കോഴിക്കോട് നടത്തിയ പ്രസംഗത്തിലാണ് ഇക്കാര്യങ്ങൾ ഇരുവരും പറയുന്നത്. പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ ഞങ്ങൾ ഇപ്പോൾ പുറത്തുവിടുകയാണ്. അനന്തകൃഷ്ണനെ അറിയില്ലായിരുന്നുവെന്നും അനന്തകൃഷ്ണനുമായി മറ്റൊരു ബന്ധവുമില്ലായിരുന്നുവെന്നും കോൺഫെഡറേഷനുമായി തൻ്റെ സത്യസായി ട്രസ്റ്റിന് രേഖാമൂലം ചില ബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും ഉത്തരവാദിത്വമില്ലെന്നും പറയുന്ന അനന്തകുമാർ പറയുന്നതും നമുക്ക് ഈ പ്രസംഗത്തിൽ വ്യക്തമാണ്. കേൾക്കാം. ഞങ്ങളെ സംബന്ധിച്ച് സത്യസായി ഓപ്പറേറ്റ് ട്രസ്റ്റിനെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു കാര്യത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ എന്തുകൊണ്ട് എന്നുള്ളതിൻ്റെ ഉത്തരമാണ് നേരത്തെ പറഞ്ഞത്. എല്ലാവരും അതിനോടൊപ്പം ഉയർന്നു വരണം. വാഴ നനയുമ്പോൾ ചീരയും കൂടെ നനയണം എന്നുള്ളൊരു പ്രക്രിയയാണത്. കുട്ടികൾക്കെല്ലാം ഇന്ന് ലാപ്ടോപ്പ് കിട്ടുകയാണ്. നമ്മൾ ഏകദേശം 5000 ലാപ്ടോപ്പിൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞു. 5000 ലാപ്ടോപ്പ് ഇൻറ്റു 20,000 രൂപ ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ എത്രയായിന്നറിയോ? 10 കോടി കഴിഞ്ഞില്ലേ? 16ാമത്തെ ഡയാലിസിസ് സെന്റർ സൗജന്യം. മിനിയാന്ന് ഞാനും അനന്തകൃഷ്ണനും കൊച്ചി ദേവസ്വം ബോർഡിന്റെ ക്ഷണപ്രകാരം ചെന്ന് കൊച്ചി ദേവസ്വം ബോർഡുമായിട്ട് MOU സൈൻ ചെയ്തു. 16ാമത്തത്. അപ്പൊ ആ സൂപ്രണ്ടിനെ മാറ്റാനായിട്ട് KN ആനന്ദകുമാറിനെ സംബന്ധിച്ച് 24 മണിക്കൂർ മതി. ഇവിടെ ആര് ഭരിച്ചാലും എനിക്കത് മതി. പക്ഷെ അതൊന്നും ചെയ്തില്ല. അവരവരുടെ തൊഴിൽ ചെയ്തോട്ട് പോട്ടെ. അവരിയ്ക്കുമ്പോൾ തന്നെ ഉദ്ഘാടനം നടക്കണമെന്നുണ്ടായിരുന്നു. അദ്ദേഹം ഇരിക്കുമ്പോൾ തന്നെ ഉദ്ഘാടനം നടന്നു. ഏകദേശം 16-17 സംഘടനകളിലൂടെയാണ് 467 വിദ്യാർത്ഥികൾക്ക് ഇന്നിവിടെ ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്നത്. കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ കീഴിൽ ഫണ്ടുണ്ടെങ്കിൽ, അവരുടെ കയ്യിൽ CSR ഫണ്ടുണ്ടെങ്കിൽ, ക്രൗഡ് ഫണ്ടുണ്ടെങ്കിൽ, മാർക്കറ്റിംഗ് ഫണ്ടുണ്ടെങ്കിൽ, ആ വാതിലുകളിൽ നമ്മൾ ചെന്ന് മുട്ടുമ്പോൾ നമ്മളതിന് എലിജിബിൾ ആണ് എന്ന് തലനാരിഴ കീറി പരിശോധിച്ചതിന് ശേഷം മാത്രം അതേത് സ്ഥാപനമായാലും. ഇപ്പോൾ സായി ട്രസ്റ്റിന് കുറേ വർഷങ്ങളായിട്ട് ഫണ്ട് കൊടുക്കുന്ന സ്ഥാപനമാണ് ടാറ്റയെ സംബന്ധിച്ച ഒരു പ്രോജക്റ്റിൻ്റെ കാര്യം പറഞ്ഞാൽ ടാറ്റയിൽ നമ്മൾ ക്വാളിഫൈഡ് ആയാൽ ബാക്കി എല്ലാ സ്ഥലത്തും ക്വാളിഫൈഡ് ആയി എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടന്നത് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അർജുൻ മട്ടന്നൂർ ചേരുന്നു. അർജുൻ മട്ടന്നൂർ, അപ്പോൾ ഈ കമ്പനിയുമായിട്ട് അല്ലെങ്കിൽ അനന്തകൃഷ്ണന്റെ സംഘടനയുമായി തനിക്കുള്ള ബന്ധത്തെ ആദ്യം നിഷേധിച്ചിരുന്നു ആനന്ദകുമാർ. ഇപ്പോൾ ഇരുവരും ഒരേ വേദിയിൽ തന്നെ സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. എന്താണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അർജുൻ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. 2023 ഡിസംബർ 4 കോഴിക്കോട് ഈ പകുതി വിലക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്ന പരിപാടിയുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. കോഴിക്കോട് ദേവഗിരി കോളേജിൽ വെച്ചായിരുന്നു ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഇതിൽ ഈ KN ആനന്ദകുമാർ, അതോടൊപ്പം തന്നെ അനന്തകൃഷ്ണൻ തുടങ്ങിയവരൊക്കെ തന്നെ പങ്കെടുത്തിരുന്നു. ഇതിലാണ് എങ്ങനെയാണ് ഈ കോൺഫെഡറേഷൻ ഉണ്ടാക്കിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ആനന്ദകുമാർ വിശദീകരിക്കുന്നത്. 30 വർഷം മുമ്പാണ് ഈ സത്യസായി ട്രസ്റ്റ് ആരംഭിച്ചത്. ഏതാണ്ട് ഈ ട്രസ്റ്റിന് 27 വർഷം പിന്നിടുമ്പോൾ തന്നെ കോൺഫെഡറേഷൻ ആരംഭിക്കാൻ കഴിഞ്ഞു എന്ന് അതിൽ പറയുന്നുണ്ട്. മറ്റുള്ള NGOകളെ സഹായിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നും പറയുന്നുണ്ട്. എന്തായാലും ഈ പകുതി വിലക്ക് ലാപ്ടോപ്പുകൾ നൽകുന്ന പരിപാടിയിലാണ് ഈ കാര്യങ്ങൾ സംസാരിച്ചത്. ഓരോ ലാപ്ടോപ്പിനും 20,000 രൂപ വീതം ഞങ്ങൾ ചെലവാക്കുന്നുണ്ട് എന്നാണ് ആനന്ദകുമാർ പറയുന്നത്. അതായത് അത്തരത്തിൽ 5000 ലാപ്ടോപ്പുകൾ, അതായത് ഏതാണ്ട് 10 കോടിയിലേറെ രൂപ ഇതിനായി ചെലവഴിച്ചു എന്നും ആനന്ദകുമാർ പറയുന്നുണ്ട്. പക്ഷേ അത് CSR ഫണ്ട് ലഭിക്കാതെയാണ് ഇത്തരത്തിൽ ചെലവഴിച്ചത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം ഇത്തരത്തിൽ CSR ഫണ്ട് ലഭിച്ചിട്ടില്ല എന്ന് പിന്നീട് ഈ അനന്തകൃഷ്ണൻ സമ്മതിക്കുന്നുമുണ്ട്. എന്തായാലും ഈ വാഴ നനയുമ്പോൾ ചീരയും നനയണം, CSR ഫണ്ട് എന്താണെന്ന് എല്ലാവരും മനസ്സിലാക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് KN ആനന്ദകുമാർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ സത്യസായി ട്രസ്റ്റ് അതിനിടെ ഈ നിരവധി ഇടങ്ങളിൽ ഡയാലിസിസ് സെൻ്ററുകൾ ആരംഭിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി കൊച്ചിൻ ദേവസ്വം ബോർഡും ഈ സൗജന്യ ഡയാലിസിസ് സെൻ്റർ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു കരാർ ഒപ്പിടാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ ഞാനും അനന്തകൃഷ്ണനും കൂടി 3 ദിവസം മുൻപ് കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗങ്ങളുമായി കാണുകയും ഈ കരാറിൽ ഒപ്പിടുകയും ചെയ്തു എന്നും ആനന്ദകുമാർ പറയുന്നുണ്ട്. അത്തരത്തിൽ അനന്തകൃഷ്ണനുമായി അടുത്ത ബന്ധമുണ്ട് എന്നും ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ
ഈ ലാപ്ടോപ്പ് വിതരണ ചടങ്ങിലാണ് അവസാനം ആനന്ദകുമാർ പറയുന്നത് ഈ ലാപ്ടോപ്പിൻ്റെ ഒരു ഭാഗം നനഞ്ഞിട്ടുണ്ടാകാം, അത് ഞങ്ങളുടെ വിയർപ്പും കണ്ണീരുമാണ് എന്നൊക്കെ തന്നെ ഈ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. അത്തരത്തിൽ വിശദമായി തന്നെ ഈ പദ്ധതി തുടങ്ങിയത് ഞങ്ങളാണ്, ഇത് ലാപ്ടോപ്പ് നൽകുന്നത് ഞങ്ങളാണ്, അതിൻ്റെ പകുതി വില ഈടാക്കുന്നത് ഞങ്ങളാണ്, അത്തരത്തിലെല്ലാം ചെയ്യുന്നത് ഞങ്ങളാണ് എന്ന് ഈ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. മാത്രവുമല്ല അതിനുശേഷം ഈ സ്വന്തം ഉന്നത ബന്ധങ്ങളെക്കുറിച്ചും ആനന്ദകുമാർ വാചാലനാകുന്നുണ്ട്. അതായത് തനിക്ക് എല്ലാ രാഷ്ട്രീയ നേതാക്കളുമായും ബന്ധമുണ്ട്, തനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമില്ല, പിണറായി വിജയൻ്റെയും ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും കുഞ്ഞാലിക്കുട്ടിയുടെയും ഒക്കെ തന്നെ വീട്ടിൽ പോയി ചായ കുടിക്കാനുള്ള ബന്ധം തനിക്കുണ്ട്. ഒരു സൂപ്രണ്ട്, ഒരു ആശുപത്രി സൂപ്രണ്ട് ഡയാലിസിസ് സെൻ്ററിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ചില സമയം വൈകിപ്പിച്ചു. പക്ഷേ എനിക്ക് വേണമെങ്കിൽ 24 മണിക്കൂർ കൊണ്ട് ആ സൂപ്രണ്ടിനെ സ്ഥലം മാറ്റാമായിരുന്നു, പക്ഷേ ഞാനത് ചെയ്തില്ല എന്ന് ഈ പ്രസംഗത്തിൽ ആനന്ദകുമാർ പറയുന്നുണ്ട്. ആര് ഭരിച്ചാലും തനിക്ക് ആ സ്വാധീനമുണ്ട് എന്നാണ് ആനന്ദകുമാർ പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ അനന്തകൃഷ്ണനും ആനന്ദകുമാറിന് ശേഷം സംസാരിക്കുന്നുണ്ട്. അനന്തകൃഷ്ണൻ പറയുന്നത് ഈ പകുതി വിലക്ക് ഈ സാധനങ്ങൾ നൽകുന്നത് CSR ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് എന്നാണ് അന്ന് അവിടെ കൂടിയിരുന്ന NGO ആളുകളെ, അതോടൊപ്പം തന്നെ ലാപ്ടോപ്പ് വാങ്ങാൻ വന്ന ആളുകളൊക്കെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഇത് മാത്രമല്ല, ഈ ലാപ്ടോപ്പ് മാത്രമല്ല, കൂടുതൽ ഐറ്റങ്ങൾ ഇത്തരത്തിൽ പകുതി വിലക്ക് നൽകാൻ വേണ്ടി ഞങ്ങൾ ഒരുങ്ങുകയാണ് എന്നും അനന്തകൃഷ്ണൻ പറയുന്നുണ്ട്. കോർപ്പറേറ്റ് കമ്പനികൾ തലനാരിഴകീറി പരിശോധിച്ചാണ് ഈ ഫണ്ടൊക്കെ തന്നെ നൽകുന്നത്. അത്തരത്തിൽ ടാറ്റയുടെ അടക്കം ഫണ്ട് ഈ സത്യസായി ട്രസ്റ്റിന് ലഭിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളും അതിൽ വെളിപ്പെടുത്തുന്നുണ്ട്. എന്തായാലും കോഴിക്കോട് നടന്ന ഏതാണ്ട് 1.5 വർഷം മുമ്പ് നടത്തിയ ഒരു പരിപാടിയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പുറത്തുവിടുന്നത്. ഈ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് ഇതിൽ സൂത്രധാരനായി ആനന്ദകുമാറുണ്ട്, അതോടൊപ്പം തന്നെ അനന്തകൃഷ്ണനും ആനന്ദകുമാറും തമ്മിൽ അടുത്ത ബന്ധമാണ്. മാത്രവുമല്ല ഈ ഫണ്ട് അടക്കം സംഘടിപ്പിക്കുന്നതിൽ ആനന്ദകുമാർ നിർണായക പങ്കുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അനന്തകൃഷ്ണൻ പറഞ്ഞത് തനിക്ക് ഒരു CSR ഫണ്ടും ലഭിച്ചിട്ടില്ല എന്നുള്ളത് കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കണം. അരുൺകുമാർ. ഓക്കെ, വ്യക്തമാണ്. അർജുൻ മട്ടന്നൂർ, ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്ന ദൃശ്യങ്ങളിലും പ്രസംഗത്തിലും അനന്തകുമാറും അനന്തകൃഷ്ണനും തമ്മിലുള്ള ബന്ധം എന്താണെന്നും കോൺഫെഡറേഷനുമായി അനന്തകുമാറിനുള്ള ബന്ധം എന്താണെന്നും ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇവരെങ്ങനെയാണ് ഒരുമിച്ച് പ്രവർത്തിച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവുകളും ഇപ്പോൾ അത് വ്യക്തമായി വരികയാണ്. ഇന്നിപ്പോൾ അനന്തകുമാറിൻ്റെ മുൻകൂർ ജാമ്യം അപേക്ഷ കോടതി പരിഗണിക്കുന്നുണ്ട്. നാളെ ഒരുപക്ഷെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്ന് കൂടി അറിയുന്നു. അനന്തകൃഷ്ണനെ കസ്റ്റഡിയിൽ വാങ്ങാനും ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഇന്ന് അപേക്ഷ നൽകുന്നുണ്ട്.